ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കൂന്തൽ കൊണ്ടുള്ള ഒരു റോസ്റ്റ് ഉണ്ടാക്കാം. നമുക്കിനി കൂന്തൽ നേരാക്കാം. ചെറിയ കൂന്തളാണ്, അതിനനുസരിച്ച് നേരാക്കുക. അതിൻ്റെ പല്ലാണിത്. എന്താ പല്ല് ഇങ്ങനെ 2 വിരൽ കൊടുത്ത് നെക്കിയെടുത്താൽ ഇതാ വരും. ഇതാണ് അതിൻ്റെ പല്ല്. ഇനി ഇതിൽ ഒരു വേറെ സാധനം കൂടി ഉണ്ട്. ഇത് ഇതാ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു തരം പഞ്ഞിയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിങ്ങനെ ഇങ്ങനെ ആക്കി കഴുകണം. അല്ലെങ്കിൽ എന്തുണ്ടെച്ചിട്ടാ മണലുണ്ടാവും ഉള്ളിൽ, അത് മണൽ കടിക്കുള്ളു. ഞാൻ ഒന്നൊന്നായി എടുക്കുമ്പോഴേ കഴുകി, അതുകൊണ്ട് പിന്നെ മണലങ്ങനെ ഇതിലുണ്ടാവില്ല. ഇത് ഇനി കഴുകി കഴിഞ്ഞു. ഇത് 1/2 കിലോ കൂന്തളാണ്. അത് നമുക്ക് ഇത് 2 വലിയുള്ളി, പിന്നെ ഈ ചെറിയ തക്കാളി 4 എണ്ണം, പിന്നെ 3 പച്ചമുളക്. ഇത് നമുക്ക് അരിയാം. മുളക് 4 ആയിട്ട് കീറിയിടുക. അടുപ്പ് കത്തിക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായി. ഇനി നമുക്ക് ആദ്യം പച്ചമുളക് ഇടാം. പച്ചമുളകൊന്ന് വാടി കണ്ടില്ലേ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച ഉള്ളി ഇടാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലിടാം. ഇനി നമുക്ക് ഈ തക്കാളി ഇതിലിടാം. തക്കാളി ഇട്ടിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇനി ഇത് വെന്തിക്കണമെന്ന് നോക്കാം. ഇത് എന്തിനാ മൂടി വെക്കണെന്ന് ചോദിച്ചാൽ തക്കാളി വേകാനാണ്. എന്താ തക്കാളി നല്ല ഇപ്പോൾ വെന്ത് ഉടഞ്ഞ്, തക്കാളി വെന്ത് ഉടയാനാണ് മൂടി വെക്കുന്നത്.
ഇനി നമുക്ക് മസാലകൾ ഇടാം. ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ലേശം കുരുമുളക് പൊടി, ഒരു ലേശം മല്ലിപ്പൊടി. ഇനി ഇളക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ടിടാം. ഇനി നമുക്ക് ഈ നന്നാക്കി വെച്ച കൂന്തൽ അതിലിടാം. ഇട്ടിട്ട് ഇളക്കുക. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് വേണ്ട വെള്ളം, ഇത് നമ്മൾ കഴുകി വെച്ചത് പാത്രത്തിലാണ് കഴുകി വെച്ചത്. അപ്പം അതിൽ വെള്ളമുണ്ട്. അപ്പം വെള്ളം വേണ്ട. ചിലർ ഇറച്ചി കഴുകണ കൊട്ടയിൽ കഴുകി വാരി വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ പുതുതായി പോകുമല്ലോ. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. A few minutes later. ആയ ഒന്ന് തുറന്നു നോക്കാം. ഇതായിക്കണ്. ഇത് നമുക്ക് പാത്രത്തിൽ കോരി വെക്കാം. കൂന്തൽ റോസ്റ്റ് റെഡിയായി. ഇനി എല്ലാവരും ഇത് കാണണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം.